ഹായ്, അസ്സാമു അലൈക്കും. പൈത്തുല്യയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു ഈവനിങ് ആണ് കേട്ടോ. ഇന്ന് മോൾക്ക് ക്ലാസ് ഇല്ലായിരുന്നു. അപ്പോൾ വൈകുന്നേരം അവളിങ്ങനെ ഉമ്മച്ചി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കടി ഉണ്ടാക്കുക ചായക്ക് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ചെറുതായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു വട ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാൻ കരുതി കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞപ്പം ചായ കൂടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മൾ ഉച്ചക്കൊക്കെ ഒന്ന് കുറച്ച് നേരം കിടന്ന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ചായ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വട ഉണ്ടാക്കാനുള്ള സവാള അരിഞ്ഞെടുക്കാം. ഞാനിവിടെ 2 സവാളയാണ് എടുത്തത്. 2 സവാളയും 2 പച്ചമുളക്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ചെപ്പ്, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. അതെല്ലാം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഇഞ്ചി ചതക്കിയെടുക്കാൻ പാടില്ല, ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ടേസ്റ്റ് മാറും കേട്ടോ. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തത്, പിന്നെ 1 കപ്പ് കടലപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ബേക്കിംഗ് സോഡ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഒരുപാട് ലൂസായി പോകണ്ട, എന്നാൽ ഒരു അത്യാവശ്യം നമുക്കിങ്ങനെ അതിലേക്ക് കോരിയിടാൻ പറ്റിയ കോലത്തിലുള്ള ഒരു ലൂസായിട്ട് മതി കേട്ടോ. അതായത് ഇത്രയും മതി. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടായി വന്നോട്ടെ, അല്ലെങ്കിൽ അത് നമുക്ക് പൊങ്ങി വരില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ വട നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല ചൂടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ഇതിലേക്ക് ചെറിയൊരു ചാറ്റൽമയം കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായി. എനിക്ക് ചായ കുടിക്കുമ്പോൾ പുറത്ത് പോയിട്ട് ഇരുന്ന് കുടിക്കണതാട്ടോ ഇഷ്ടം. അപ്പോൾ ഞങ്ങളിത് ചായ സ്നാക്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നുകിൽ സിറ്റ് ഔട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ കിച്ചണിൻ്റെ ഭാഗത്ത് പുറത്ത് അവിടെ ഇരുന്നിട്ടാണ് കേട്ടോ കഴിക്കുക. എന്നിട്ട് റിലാക്സായിട്ട് ഇരുന്ന് കുടിക്കുമ്പോൾ ഒരു സുഖമാണ് കേട്ടോ. ആ ഒരു സ്വഭാവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.